നമുക്ക് തുടങ്ങാം. ഞാൻ മരമൊക്കെ വെട്ടാനായിരുന്നു എൻ്റെ പ്ലാനിങ്. ഡൗൺലോഡിങ് നമ്മൾ കുറേ സ്പേസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. കഴിഞ്ഞ പാർട്ടി നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് എന്തോ എന്ത് കുതിരായിക്കോട്ടെ. നമ്മുടെ ഇവിടെ നോക്കിയേ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നോക്കാൻ പറ്റുള്ളല്ലോ. ഓക്കെ, നമ്മള് ഇവിടെ വെട്ടാനായിരുന്നു അത് ആലോചിച്ചോണ്ടിരുന്നത്. ഈ മരമൊക്കെ അങ്ങ് വെട്ടി തളിക്കണം. ഓക്കെ, ഈ മരമൊക്കെ അങ്ങ് വെട്ടണം. പാട്ട് നമ്മളെ കുറ്റം പറയുക. ഓക്കെ, നമ്മളത് മരമൊക്കെ വെട്ടണം. ഇനി ഇത്രയൊക്കെ മരം വെട്ടിയിട്ട് നമുക്ക് ഇതൊക്കെ കളയാനുണ്ട്. നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ടാക്കണത് ഇതുപോലെ ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ സ്പേസിലൊക്കെ വേണം. കഴിഞ്ഞ് അവിടെ വരെ എത്തണമെങ്കിൽ നമുക്ക് ഡേർട്ട് ആവശ്യമുണ്ട്. നമ്മൾ ഡേർട്ട് ഉണ്ടല്ലോ, ഇൻവെൻ്ററി ചെന്ന് നോക്കട്ടെ. ഡേർട്ട് എന്നൊക്കെ നമ്മുടെ ഈ ഷാവലൊക്കെ ഇവിടെ കിടക്കട്ടെ. ഷാവൽ അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ട. പിക്കാക്സൊക്കെ എന്തിനാ, നമുക്ക് പിക്കാക്സ് ഒക്കെ ഇവിടെ കിടക്കട്ടെ. ആക്സും വേണ്ട ഇപ്പോൾ. ഓക്കെ, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ ഇൻവെൻ്ററിയിൽ. ഓക്കെ, ഓ ഡേർട്ട് എന്തിയാ ചടിക്കാം. ഓക്കെ, വെട്ടിക്കോ. വെട്ടിക്കോ. 7 8 അടുത്തൊന്ന് 9 ഒന്നുകൂടി. 9 നമ്മുടെ കയ്യിലുണ്ട്. 10 11. ഓക്കെ, ലൈഫ് പോയില്ലോ. ഇത് നമ്മൾ ഇതൊക്കെ തിരിച്ചെടുക്കണം, കാരണം ഇത് നമ്മൾ സ്പേസ് ഉണ്ടാക്കില്ല. ഓക്കെ, കിട്ടി. ഇനി ഇത് പൊളിക്കണം. ഇനി ഇവിടെയും പൊളിക്കണം. അതായത് സ്ഥലത്തൊക്കെ പൊളിക്കണം. നമ്മൾ വീട് ഫുള്ളാവണ വരെ നമ്മൾ തൽക്കാലത്തേക്ക് മറ്റേ ഇതാക്കണല്ല, ഈസി ആക്കണല്ല. ഇപ്പം തൽക്കാലത്തേക്ക് പീസ്ഫുൾ എടുക്കട്ടെ. ഞാൻ PC-യിൽ കളിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതൊക്കെ ചെയ്യുക. ഇവിടെ ഫുള്ള് സ്പേസ് നമുക്ക് കിട്ടണം, നല്ലൊരു വലിയ മുറ്റാവും. നീ കാടൊക്കെ വെട്ടി കളിക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിന് ചുറ്റും ഇങ്ങനെ ആയിരിക്കണം. കാരണം എന്നാൽ ഈ സോംബീസൊക്കെ വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ എങ്ങനെ കാണാനാ. ഓക്കെ, ഇത്രയും പൊളിച്ച് നമുക്ക് എത്ര സ്പേസാണ് ഇടണ്ടേ? 2 ബ്ലോക്ക് സ്പേസ് വരണം. ഇത് കളയണം, ഇതും കളയണം. ഇനി അടുത്തൊന്ന് ഇപ്പുറത്ത് കളയണമല്ലോ. 2 ബ്ലോക്ക് സ്പേസ് വരണം. നമ്മൾ ഇനിയും വലിയ ഇതൊക്കെ ഉണ്ടാക്കും. വലിയ സ്പേസൊക്കെ ഇടും. വലിയ സ്പേസൊക്കെ ഇട്ട് വലിയൊരു മുറ്റമാക്കും. കൊട്ടാരം പോലത്തെ മുറ്റമാക്കും. അപ്പോൾ ഓക്കെ, എല്ലാം നമ്മൾ ഇത്രയൊക്കെ സ്പേസ് വിട്ടു. ഇനി ഇവിടെ സ്പേസ് ഒന്നുമല്ല, നമ്മളിവിടെ വിട്ടില്ല. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ കുറച്ച് സ്പേസ് വിടണം. ഇത്രയും സ്പേസ് വിടണം. കുറേ സ്പേസ് ഇടാണ്ട് ഇനി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് സമയമുണ്ടോ? ഈ ഒരു ബ്ലോക്കും കൂടി കളയണം. ഈ ബ്ലോക്കും കൂടി സ്പേസ് വിടണം. ഇനി മഞ്ഞിൻ്റെ ഇവിടം വരെ തൽക്കാലത്തേക്ക് ചെയ്ത് നിർത്തിയാക്കാം. നമുക്ക് ഒരു സ്റ്റാക്ക് ഇതായിട്ടോ, ഒരു സ്റ്റാക്ക് ഡേർട്ടായി. അടുത്ത സ്റ്റാക്ക് നിറഞ്ഞു വരും.
നമുക്ക് ടോട്ടൽ ഇപ്പോൾ 2 സ്റ്റാക്ക് ഡേർട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. 2 സ്റ്റാക്ക് ആയിട്ടില്ല ഇപ്പോൾ, എന്തായാലും ആവും. ഇവിടെ ഒരു സ്പേസ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് ഇത്രയും കളയണ്ടേ, കാരണം ഇവിടെ ഇങ്ങനെ സ്പേസ് പോലെ വന്നപ്പോൾ കാണാൻ രസമില്ല. ഇപ്പോൾ ഫുള്ള് സ്പേസ് ആയിട്ട്. ഓക്കെ ഓക്കെ, ഇത്രയൊക്കെ കളഞ്ഞു. ഓക്കെ, ഇനിയൊന്ന് ബാക്ക്ഗ്രൗണ്ട് നോക്കട്ടെ. എൻ്റെ വീടൊക്കെ ഒന്ന് നോക്കട്ടെ. നമുക്ക് ഡേർട്ടിനെ കേഴ്സ് ഡേർട്ട് ആക്കാൻ പറ്റുമോ? 64. ഓ, നമുക്ക് ഒരു സ്റ്റാക്കായി ഇപ്പോൾ ടോട്ടൽ. ഇനി ഒരു 3 എണ്ണമാണോ എത്ര? കുറച്ചും കൂടി കിട്ടിയാൽ നമുക്ക് കൂടുതൽ 2 സ്റ്റാക്ക് ആയിക്കോളും. ഓ, രാത്രിയൊക്കെ ആവുന്നുണ്ട്, എനിക്കൊന്നും കാണാനും പറ്റുന്നില്ല. വീട്ടിൻ്റെ മുകളിലെ മരത്തിലെ തണല് കാരണമാണ് തോന്നുന്നത്. നല്ല ബ്രൈറ്റ്നെസ് വേണം കേട്ടോ. ഈ മരമാണ് ഞാൻ വെട്ടാൻ നിൽക്കുന്ന മരം. ഇത് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിനെനിക്ക് കിട്ടിയില്ലത്. ഇപ്പം കിട്ടി. നമുക്കൊരു 12 വുഡൻ പ്ലാങ്ക്സ് ആയിട്ട് ഉണ്ടാകും. 12 അല്ല, ഒരു സ്റ്റാക്കേലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നണത്. 13 ആയില്ലേ. അത് ഇവിടെ എന്തോ ഉണ്ട്, ഈ പുല്ല് പൊട്ടി. ഓക്കെ. ഓ, ഇനി എത്തൂല. ഇനി എത്തുന്നതാ ഡേർട്ടിട്ട് ചാടിക്കയറണം. എന്നെ മുകളിലോട്ടൊക്കെ പോയിട്ട്. ഓ, ഈ സാധനം. ഓ, അത് സാപ്ലിങ്സ്. ഇനി ഇത് പൊട്ടിക്കാം. ഓ, ഇതും കൂടി പൊട്ടിക്കാനുണ്ട്. നമുക്ക് സാപ്ലിങ്സ് കിട്ടി 2 എണ്ണം. 3 എണ്ണം. എന്താ വലിയൊരു ഗുഹ പോലെ. ഈ കല്ലൊക്കെ നമ്മൾ വെട്ടി തളിക്കണം. ഡേർട്ടിന് നമുക്ക് ഇവിടെ കുറച്ച് ഡേർട്ടൊക്കെ മോഡിഫൈ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് മേളിൽ കയറാനുണ്ട്. ഓക്കെ ഓക്കെ, കണ്ടോ? ഇതാണ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ. മുന്നോട്ടേക്ക് പോവാ. കണ്ടോ? ഡേർട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇത് പൊളിക്കുക. ഓ, അവിടെ എന്താ? കുഴിയല്ല, വെറുതെ മുകളിൽ ഒരു ഇത് വെച്ചേക്കുക. നമുക്ക് ഡേർട്ട് കളയാൻ പാടില്ല. ഓക്കെ, 54 64 ഉണ്ട് ഡേർട്ട്. അപ്പോൾ എനിക്കെന്തായാലും ഒരു സ്റ്റാക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ ശരി. എന്തൊക്കെ ചെയ്ത് ഇവിടെയല്ലേ. ഇനി എന്താ? ഇത് ഇവിടേക്കിടുക. ഒരു സ്റ്റാക്ക് എന്തായാലും പറ്റും കേട്ടോ. ഒരു സ്റ്റാക്ക് എന്തായാലും ആവും, കാരണം 4 എണ്ണം വെച്ചല്ലേ പറയണേ. ഒരു സ്റ്റാക്കാവും. അപ്പോൾ ഒരു 14 കിട്ടുമായിരിക്കും. 14 കൂടുതൽ കിട്ടും. 15 19 23 27 31 35 39 43 47 51 അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 51 വെച്ചാൽ അപ്പോൾ നമുക്ക് വീട് കുറച്ചും കൂടി വലുതാക്കാലോ. ഇത്രയൊക്കെ മതി ഒരു വലിയ കൊട്ടാരമാകാൻ. പക്ഷെ വീട് വളരെ ചെറുതായോ.
എന്നൊരു സംശയം. ഭയങ്കര നീളം ഭയങ്കര കൂടുതലാണ്. പുറകോട്ടേക്കാണ് കുറവ്. നമുക്ക് ഇവിടെയാണ് വീതി കൂട്ടേണ്ടത്. ഇങ്ങനെയുള്ള വീതി. ലെങ്ത് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അത് ഇവിടെ ഒക്കെ വരെ ഉണ്ട്. നമ്മൾ ഇവിടെ പൊളിക്കണം. അപ്പോൾ പകരമായി നമുക്ക് ഇവിടെ ഒരു ഇതുണ്ടാക്കണം. എന്താ, ഒരു വാതിലുണ്ടാക്കി ഒരു റൂം പോലെ ആക്കാം. നമുക്ക് വാതിലുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ബ്ലോക്ക് കഴിഞ്ഞ് പോകും. 26 77 എന്നല്ല, 17 ഇങ്ങോട്ട് എടുത്താൽ ഓരോന്നും വെച്ച് മതി. ഓക്കെ, ഇത്രയൊക്കെ മതി. 17 വേണ്ട, 18 വേണ്ട. ഓക്കെ, 1 വേണ്ട, ബട്ടൺ അല്ല. 2 സ്റ്റിക്കും അല്ല. 3 4 5 6. ഓക്കെ, ഒരു വുഡൻ ഡോർ നമ്മളങ്ങനെ ഉണ്ടാക്കി. ഇനി ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് കൊണ്ടുവരണം. 6 7 8 9 10 11 12 13 അല്ല 5 13 ആയി. 17 കൂടി ഉണ്ടല്ലേ. 30 കൂടി ഉണ്ട്. നമുക്കൊരു 47 ആയി. ഓക്കെ. രാവിലെ നിങ്ങളുടെ രാവിലെ ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് നമ്മൾ പൊളിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ എത്ര ഒരു ബ്ലോക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് പൊളിക്കണ്ടേ? അത് പൊളിക്കണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു വാതിൽ വെക്കണം. വാതിൽ വെച്ചേ. വാതിലങ്ങനെ വെക്കുന്നു. ഇനി ഇവിടെ ഇങ്ങനെ പൊളിക്കണം. അപ്പൊ ഇത്രയും ഡേർട്ട് പൊളിച്ചു കളയണ്ടേ? ഇത് കുറച്ച് കഷ്ടപ്പാടൊക്കെ വേണം. ഇനി അപ്പോ ഇത് പൊളിക്കണം. ഒരു റൂമിന് എത്ര ലെങ്ത് വരും? ഇത്ര ലെങ്ത് ഒക്കെ കൊടുക്കാം. ഇവിടെ നിന്നൊരു ലെങ്ത് ഇത്ര ആയിക്കോട്ടെ. ഇവിടെ കുറെ ലെങ്ത് അങ്ങ് കിടക്കട്ടെ. അപ്പോൾ ഇത് ലെങ്ത് കളിക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈ ഡേർട്ട് കളിക്കുമ്പോൾ അത്രയും ബ്ലോക്കും കൂടി കിട്ടൂലേ? ഓക്കെ, ഇവിടം വരെ ആയാൽ മതി ഒരു റൂം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ബെഡ്റൂം. ഇതായിരിക്കും നമ്മുടെ ബെഡ്റൂം. അയ്യോ, സാധനം കിട്ടിയോ? അവിടെ ഒരു ഇതുണ്ടല്ലോ, ഡേർട്ട്. ഡേർട്ട് ഇപ്പം കിട്ടും. രണ്ട്. ഓക്കെ, കിട്ടി. ഒരു സ്റ്റാക്കായി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇതിലേക്ക് പോവാം. ഓക്കെ, പതിയെ ഹൈറ്റ് അല്ലേ വേണ്ടത് നമുക്ക്. വെച്ച് പോവാം. അതിന് അവിടെ വെക്കാൻ പറ്റാത്ത ഇതാണ് പറ്റുക. ഇതിൻ്റെ അടുത്ത് പോയി വെക്കാതെ വേറെ ഇതില്ല. നമുക്ക് കഴിഞ്ഞ മുന്നേ ഇത് മേളത്തെ ഇത് വെക്കുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ലെങ്ത് ഇല്ലേ, ലെങ്ത് വൈസ് അത് വെച്ചിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ താഴെ വെച്ച് ചെയ്ത് വെക്കാമല്ലോ. വേണ്ട, അത്രയും ലെങ്ത് ഒന്നും വേണ്ട. അത്രയും ലെങ്ത് ബ്ലോക്ക് നമ്മുടെ കയ്യിൽ ഇല്ല. ബാലൻസ് വരുവാണെങ്കിൽ എന്തെങ്കിലും പൊളിച്ച് അങ്ങോട്ട് ചെയ്യാം. ഇത്രയൊക്കെ ലെങ്ത് മതിയായിരിക്കുമല്ലോ ഒരു വീടിന്. അപ്പൊ പുറകോട്ടേക്ക് ഇനി വെട്ടണ്ടേ? അത് ശരിയാ. ഇത് പൊളിച്ചിട്ട് ആദ്യം തൊട്ട് ചെയ്തിട്ട് റൂഫ് വെക്കാം. അത് കഴിഞ്ഞിട്ട് റൂഫ് വെക്കാം. ഒക്കെ അടുത്ത് എന്താ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഈ സൈഡിൽ വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്.
44 അര സ്റ്റാക്ക്. വെക്കൂ 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 വെക്കൂ. വെക്കൂ. ഓ എനിക്ക് കിട്ടിയില്ലേ ഇത്. ഓക്കെ, വെക്കൂ വെക്കൂ. ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു. അടുത്ത അപ്പുറത്തോട്ടൊക്കെ നമ്മുടെ കയ്യിൽ ബ്ലോക്ക് ഉണ്ട്. ഓ അപ്പൊ റൂഫ് കംപ്ലീറ്റ് ആക്കാല. വെറുതെ കളഞ്ഞു, കുഴപ്പമില്ല. നമ്മുടെ ഒരു പ്ലാനിൽ കൂടെ ഒക്കെ ചെയ്യണ്ട വീട്. ഓക്കെ, ഇനിയും ബ്ലോക്ക് വെക്കണം. വെക്കൂ വെക്കൂ വെച്ചു. ഇനി അപ്പുറത്ത് മാത്രം വെച്ചാൽ മതി. ഓ ഇവിടെയും കൂടി വെക്കണല്ലേ. വെച്ചു 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 വെച്ചു. അവസാനമായി നമ്മൾ വെക്കുന്നു. വെച്ചു. നമുക്ക് ഉള്ളിൽ ചെന്ന് മേളത്തെ ടോപ്പൊക്കെ സെറ്റ് ആകണം. നോക്കട്ടെ, ടോപ്പൊക്കെ സെറ്റ് ആക്കാനുണ്ട്. ഓ അടുത്ത റൂമുണ്ട്, അതിൻ്റെ വാതിലും കൂടി തുറക്കാൻ വയ്യല്ലോ. നമുക്ക് മറ്റേ പ്ലേറ്റ് ഉണ്ടാക്കണ്ടേ. ഓ ഇനി ഇതിൻ്റെ മാറിൽ കൂടെ ഇതിങ്ങനെ ആക്കുക. വെച്ചു വെച്ചു. ഇവിടെ വെക്കണം അല്ലേ. വെച്ചു 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 വെച്ചു. നമ്മൾ വെക്കണു. നമ്മൾ അവിടെ വെച്ചില്ല, അവിടെ വെച്ചില്ല. വെച്ചു. ഓക്കെ, വെക്കണു വെക്കുന്നു. വെച്ചു 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 വെക്കണു. തീരാറാവുന്നു. വെച്ചു. ഇതാ തീർന്നു. ഓക്കെ, ഇനി അടുത്ത വുഡൻ പ്ലാന്റ്സ് വെച്ചു വെച്ചു. ഇനി കുറച്ചും കൂടി മതി. ഇത് മതി ഒരു വീട് കംപ്ലീറ്റ് ആക്കാൻ. ഓ നമ്മുടെയൊക്കെ വലിയ റിച്ച് വീടാകും. ന്യൂബി വീടിനത് ഇതാ പ്രോ ഹൗസ് ആക്കുന്നു. അടുത്ത വലിയ ഗോഡിൻ്റെ ഒക്കെ ഹൗസ് ആക്കും. നമ്മള് വെക്കുന്നു. അവസാനമായി വെക്കുന്നു. 3, 2, 1. ടോർച്ചില്ലല്ലോ. നമുക്ക് നെതറിൽ പോവാനുണ്ട്. പക്ഷേ ഇനി പോർട്ടലും ഇല്ല, ഒബ്സിഡിയനും ഇല്ല, ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ പോലും ഇല്ല. ഫ്ലിന്റ് ആണെങ്കിൽ നമുക്ക് ഗ്രാവൽ കൊണ്ടിരിക്കണം. ഈ മഞ്ഞുകാലത്ത് എവിടുന്ന ഗ്രാവൽ കിട്ടുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്പേസ് ഉണ്ടാക്കണമല്ലോ. വീടൊക്കെ ഒന്ന് സെറ്റാക്കി. അതൊന്ന് നമ്മൾ വാതിൽ തുറന്നിട്ടേക്കാം ഇനി. ഓക്കെ, തുളയിടുമ്പോൾ ഒരു ഇരുട്ടൊക്കെ മാറുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി ഇത് പൊളിക്കണം അല്ലേ. എനിക്ക് ഈ സാപ്ലിങ്സ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ട് വെക്കട്ടെ. ഓ ഞാൻ നട്ട് വെച്ച സാപ്ലിങ്സ് ഒക്കെ ഒന്ന് ഒന്നുപോലെ വന്നൂരോ. നമുക്കപ്പോൾ ഇവിടെ വെക്കാം. ഓക്കെ, ഇത്രയൊക്കെ മതി. നമുക്ക് സാപ്ലിങ്സ് വീട്ടിൻ്റെ പുറത്ത് നട്ട് വെക്കാൻ പാടില്ല. അത് നിങ്ങൾക്കറിയാം. സ്പേസ് ഉണ്ടാക്കാൻ നോക്കുക. അതിനിടയിൽ കൊണ്ട് ഇത് നട്ട് വെക്കുമ്പോഴേക്കും സ്പേസ് ഒന്നും കുറയും. അപ്പോൾ ഈ മരം വെട്ടാനുണ്ട്. കുറേ മരങ്ങളൊക്കെ നമ്മൾ വെട്ടിയാണ് വീടിന് സ്പേസും വർദ്ധിക്കുന്നുണ്ട്. ഓ മിക്കവാറും ഇതൊരു വലിയ കൊട്ടാരമാവും കേട്ടോ. ഇപ്പം നെതറാക്കൊക്കെ വേണം വീടൊക്കെ അങ്ങ് സെറ്റാക്കാനായി. നെതറാക്കൊക്കെ സിമ്പിളായി നമുക്ക് കിട്ടുന്നതാണ്. അതും നെതറിൽ പോയാൽ. പക്ഷേ നെതറിൽ പോകണമെങ്കിൽ പോർട്ടൽ വേണ്ടേ. ഒരു കുഞ്ഞി പിക്കാക്സ് വെച്ച് ഒറ്റയടിക്ക് പൊട്ടിക്കാവുന്നതായിരുന്നു നെതറാ. കോബിൾ സ്റ്റോൺ ഒക്കെ നമുക്ക് ഈസിയായി പൊട്ടിക്കാം. ഇതൊക്കെ കളയണല്ലോ. 2 സ്റ്റാക്ക് ഇത് കിട്ടി. നമുക്ക് റൂഫിൻ്റെ ഔട്ട്ലൈൻ പണിയാനാണ് ഇത്ര ഇത്. നമുക്കിത്ര ഇനി വീട് സെറ്റാക്കിയിട്ട് പോരെ. അല്ല വേണ്ട, അവസാനം വീട് സെറ്റാക്കാം. അല്ലെങ്കിൽ ഇനിയും പണി ബാക്കി കിടക്കും. കുറേ പണിയുണ്ട് വീട് ഫുള്ളാവണമെങ്കിൽ. ഒരു ബെഡായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തിയിട്ട് വരും വീടെപ്പോഴും പണിയാകണത്. ഞാൻ ഇപ്പോൾ ഒരു ഷീപ്പിനെ തപ്പിയാണ് നടക്കുന്നത്. റെഡ് ബൂളുള്ള ഷീപ്പാണ് എനിക്കിഷ്ടം. എന്നാലും മറ്റേ ആ റെഡ് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഈ നോർമൽ ബെഡിൽ ഏറ്റവും ഇഷ്ടം റെഡ് ബെഡാണ്. യെല്ലോ കൊള്ളില്ല അത്രയ്ക്ക്. പക്ഷെ യെല്ലോ ഭയങ്കര വെറൈറ്റിയാണ്.
ഇത് പൊളിക്കണം. ഞാൻ പൊളിച്ച് അങ്ങോട്ടൊക്കെ പോകണം. ഓ, പൊളിച്ചപ്പുറത്തെ വഴിയിലെത്തി. അയ്യോ, ഇനി അവിടെ പൊളിക്കണോ? വലിയ പണിയാണ്, ചില്ലറ പണിയല്ലേ ഇതൊന്നും. അപ്പോൾ ഈ മരം വെട്ടണം. ഓ, വീട്ടിൽ ഭയങ്കര ഇല്ല. നിൽക്ക്, നമ്മൾ അവിടെ പുറകെ സ്പേസ് ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ വെട്ടിത്തെളിക്കാനാ. ഇവിടെ ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ ഡേർട്ടിട്ട് അലങ്കരിക്കുന്നു. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഡേർട്ട് പാഴാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ സൈഡിലുമായി ഡേർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പതിയെ താഴത്തേക്ക് പോയതിനു ശേഷം ഡേർട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും താഴത്തേക്ക് പോയതിനു ശേഷം ഇവിടെയും പതിയെ ഡേർട്ടൊക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് പോയി ഇവിടെയും കുറച്ച് ഡേർട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഡേർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ വെക്കുക. ഇവിടെ ഞാൻ കളയുവാണോ? ഞാൻ ബട്ടൺ മറന്നുപോയി. എവിടെ വെക്കാനോ? ഓ, എടുത്തു പോയി വെക്കണം. ഓ ഞാൻ വേറെ ബട്ടണാണ് വെക്കണത്. ഇതാണ് വെക്കാൻ കുറച്ച് പാട്. യെസ്, ഇനി ഈ സൈഡിലും കൂടി ചെയ്താൽ മതി. മുമ്പ് അത് അത്രയും എടുത്ത് പോയി ചെയ്യണം. ഓക്കെ, സെറ്റായി നോക്കണം. ഓ, രാത്രിയാവുന്നുണ്ട് എന്നുണ്ട്. ഓ, ഈ ഏറ്റവും വലിയ സ്പേസ് ഇത് ഇവിടെ ആണല്ലോ. ഇതൊക്കെ വേണം. ഒരു വലിയ ഷെഡാവട്ടെ. പക്ഷെ രാവിലെ ഇവിടെ സോംബീസ് ഉണ്ടാവും. അപ്പോൾ സോംബീസ് രാവിലെ എൻ്റെ ആ വീട്ടിൽ ഷെഡിൽ കയറി കിടക്കുമോ എന്നാണ് ഒരു പേടി. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കയ്യിലുള്ള കുന്ത്രാണ്ടങ്ങൾ വെച്ച്. കയ്യിലൊരു കുന്ത്രാണ്ടവും ഇല്ല, ഒരു സ്റ്റിക്കേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് വാളുണ്ടാക്കാം അല്ലേ? ഓ, നമുക്ക് സ്റ്റോൺ വാൾ ഉണ്ടാക്കാം. കോബിൾ സ്റ്റോൺ വാൾ വേണ്ട. കോബിൾ സ്റ്റോൺ വാൾ വേണ്ട. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയുള്ള ഡേർട്ട് നമ്മൾ ചെസ്റ്റിലേക്ക് വെക്കുന്നു. അവിടെ കുറേ കുന്ത്രാണ്ടങ്ങൾ. ഓ, 1 2 3 4 5 സ്റ്റാക്ക്. 5 സ്റ്റാക്കോ? അല്ല, 6 സ്റ്റാക്കാ. അല്ല, ഇത് പൊട്ടിക്കട്ടെ, ഇത് മാറ്റട്ടെ. ഇത് മാറ്റി എല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഓക്കെ, ഇനി ഈ റോ ബീഫ് ഇവിടെ വെച്ചേക്കാം. ഇനി വുഡൻ പ്ലാങ്ക്സ് ഒക്കെ ഇവിടെയും, സ്റ്റിക്കും പരിചയമൊക്കെ വാളും പരിചയമൊക്കെ ഇവിടെയും വെക്കുന്നു. എങ്ങാനും നമ്മളിപ്പോൾ പൊളിക്കുന്നതിൻ്റെ ഒരു കുഴിയിൽ വീണാൽ അതോടെ തീർന്ന്. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പോയി. വെറുതെ നമ്മൾ സ്റ്റോൺ പാഴാക്കിയതാ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞതും കൂടിയാ. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പേസ് ഫുള്ളാക്കി. ഇനി നമ്മൾ ലാർജ് ചെസ്റ്റ് ഉണ്ടാക്കണം. എനിക്കെന്തോ മനസ്സിൽ എന്തോ ഒരു ഐഡിയ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഇതെടുക്കുക, ഇവിടെ ചെല്ലുക, ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇടുക. എടേ, ഒന്നാക്ക് രണ്ടെന്തിനാ? ഓക്കെ, ഇത് അൾട്രാ HD ആവുകയാണല്ലോ. ഓ, നമുക്ക് ഇത്രയുണ്ട്. അല്ല, ഇത്രയൊക്കെ മതി. 1 2. ഓക്കെ, നമുക്ക് അത്രയില്ലേ? ഒരു പ്ലേറ്റ് എടുത്തേക്കാം, പ്രഷർ പ്ലേറ്റ്. നമുക്കത് വെച്ച് നമുക്കിങ്ങനെ വാതിൽ തുറക്കാമല്ലോ. പിന്നെയും 2 എണ്ണം നമുക്ക് വേണം, പ്രഷർ പ്ലേറ്റ്. എന്നാലാണ് നമുക്ക് വാതിൽ തുറക്കാൻ പറ്റൂ. അത് നമുക്ക് വെറുതെ വാതിൽ തുറക്കണ്ടല്ലോ. ഇനി ഇത് ക്യൂബ് ആക്കണം, എന്നാലാണ് നമുക്ക് പരിപാടി നടക്കൂ. ഓക്കെ, ബോട്ട്. ഇതെന്തത്? ബോട്ടാ? എനിക്ക് ബോട്ട് വേണ്ടെന്ന് കേട്ടോ.
ബോട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഉണ്ടാക്കി, നമ്മളങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി. ഇനി ഇതൊക്കെ നമ്മൾ നോർമലാക്കി വെക്കേണ്ടതാണ്. കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാട്. അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെ മൾട്ടിപ്ലൈ വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചോ. നമുക്ക് ചെസ്റ്റ് വെക്കാം കേട്ടോ. ലാർജ് ചെസ്റ്റ് ഞാൻ ഇതിൽ അഹങ്കരിക്കുന്നൊന്നുമില്ല. വലിയ ആൾക്കാർക്കൊക്കെ എത്ര ലാർജ് ചെസ്റ്റാന്ന് അറിയാലോ. ഓക്കെ, നമുക്കപ്പോൾ 23 ഉണ്ട് ബാക്കി. ഇത് മോഡിഫിക്കേഷനും ഇത് ഈ 2 സാമാനങ്ങളും ബാക്കി മോഡിഫിക്കേഷനും ഉപയോഗിക്കേണ്ടത്. മൂന്നെടുക്കൂ. പ്ലേസ് ഇറ്റ്. പോങ്ങട്ട്. അല്ലാതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിച്ചാൽ എനിക്കും ദേഷ്യം വരും കേട്ടോ. വെച്ചു. ഇവിടെ വെച്ചു. ജസ്റ്റ് മിസ്. നമുക്ക് ഇവിടെ കാരണം ഇവിടെ സോംബീസ് ഒന്നും വന്ന് ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ പൊളിച്ചിട്ട് അവിടെ ബ്ലോക്ക് വെച്ചാലോ? ബാത്റൂമിലാണ്. ഓക്കെ, നമ്മൾ ഇത്ര സ്പേസ് ഒക്കെ ഉണ്ടാക്കാം. സ്പേസ് നമുക്ക് വുഡൻ പ്ലാന്റ്സ് ഇനിയും കുറെ എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയും കുറെ എണ്ണം നമുക്ക് വുഡൻ പ്ലാന്റ്സ് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു രാജകൊട്ടാരമായിരിക്കും ഈ വീട്. ടോർച്ച് ഉണ്ടാക്കാൻ. പക്ഷെ നമ്മുടെ കയ്യിൽ കോളില്ല. അവിടെ കോള് ഞാൻ കണ്ടായിരുന്നു. ഞാനിപ്പോ അവിടെയൊക്കെ കുറച്ച് കോളൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ എടുക്കണമെങ്കിൽ അല്ല, നമ്മുടെ കയ്യിൽ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടല്ലോ. പിന്നെ എടുക്കണമെങ്കിൽ എന്ത് പ്രശ്നം? നിൽക്കുന്ന ഷീപ്പാണോ അവിടെ കണ്ടത്? ഷീപ്പിനെ ഈ രാത്രി പകൽ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ? എനിക്ക് തോന്നണം ഇവിടെ വിൻഡോ ഇട്ടിട്ട് കാര്യം. ഇവിടെ ആയിരുന്നില്ല ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു എനിക്ക് ബ്ലോക്ക് കിട്ടിയില്ലല്ലോ എന്ന് കാണാണ്ട്. ഓക്കെ, ഇനി ജസ്റ്റിൽ 24 ബ്ലോക്ക് ഇടണ്ട. അങ്ങനെ ഇടണ്ട. ഓക്കെ, കയറുക. മറ്റേത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ. നമ്മളൊരു കാര്യം വിട്ടുപോയി. ലാർജ് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ ലാർജ് ചെസ്റ്റ് ഇതാ ഉണ്ടാക്കി. നമുക്ക് കുറെ സ്പേസ് കിട്ടും. ഇനി നമ്മളിവിടെ ഇതിന്റെ കുറെ കോപ്പികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ കുറെ കോപ്പികൾ നമ്മൾ ഇനി ഉണ്ടാക്കും. നമുക്കിനി അടുത്ത്
ലെതർ ആർമറാണ് ഉണ്ടാക്കേണ്ടത്. അതിന് കുറെ പശുവിനെ ആവശ്യമുണ്ട് കുരുതി കൊടുക്കാൻ. തല്ലിക്കൊല്ലാൻ കുറെ പശുവിനെ എടുക്കുന്നുണ്ട്. നമുക്കൊരു വാതിലുണ്ടാക്കാനുണ്ട്. അവിടെ ക്രാഫ്റ്റിംഗ് ടേബിള് വാതില് ഇങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെയല്ല വാതിലിത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വാതില് വരും. നമുക്കപ്പോൾ എത്ര വാതിലുണ്ടാക്കാം? ഒരു വാതിലും മതി. ഒരു വാതിലും മതി. സ്റ്റിക്കൊന്നും വേണ്ടേ? ഓക്കെ. നമുക്ക് ഈ വിൻഡോയിനെ വാതിലാക്കി എടുക്കേണ്ടതുണ്ട്. കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കുന്നു. നമ്മളങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി. ഇനിയാണ് രസം. നമ്മളങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി. മഞ്ഞുതുള്ളിയൊക്കെ ഇങ്ങനെ ഇവിടെ വന്നാൽ എൻ്റെ വീട് നല്ല ഡ്രൈ ആയിരിക്കും. എൻ്റെ വീട് കാണാൻ നല്ല ഉണങ്ങിയത് പറയാൻ പുറത്ത് നിറച്ച മഞ്ഞുമാണ്. നല്ല രസമുണ്ടല്ലേ. നിക്ക് പിക്കാക്സ്. ഈ കുന്ത്രാണ്ടങ്ങളൊക്കെയാണ് എനിക്ക് തരുന്നത്. എനിക്കിത് ആവശ്യമില്ല. വെറുതെ സ്പേസ് കളയാനായിട്ടാണ് ഞാൻ ഈ കുന്ത്രാണ്ടങ്ങൾ എടുക്കുന്നത്. വെറുതെ സ്പേസ് കളയാൻ. വെറുതെ എന്ന് പറഞ്ഞാൽ വളരെ വെറുതെ. രണ്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൊണ്ടോ എൻ്റെ വീട് ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഒരു വലിയ വീടാ. നേരത്തെ എന്താണ്ടാ വില്ലേജറിൻ്റെ തൊട്ട് ഇടിഞ്ഞ വീടായിരുന്നു. നോക്കിയേ. ഷെയ്ഡ് മാറ്റിയാണ്. ഞാൻ ഷെയ്ഡൊന്നും മാറ്റിയില്ലല്ലോ. ഒന്നും മഴവില്ല. ഇതൊരു റാവോ. നമ്മളിവിടം വരെ മൈൻഡ് ചെയ്ത് നിർത്തിയത്. പക്ഷെ ഒരു കുന്തറാണ്ടാൻ പറ്റും. ഡേർട്ട് പൊളിക്കാം. ഡേർട്ടൊക്കെ കിട്ടട്ടെ. പിക്കാക്സ് എടുത്തിട്ട് നമുക്ക് അവിടെ കോള് കണ്ട സ്ഥലത്തേക്ക് പോയാലോ ഗൈസ്? നമ്മൾ സ്റ്റോണും കൊണ്ട് പോകണ്ട. ഞാനും താഴോട്ടേക്ക് വേണ്ടി സത്ത് പോയാൽ നമ്മുടെ സ്റ്റോൺ സത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതിനായി ഒരു സ്റ്റോൺ പിക്കാക്സ് മാത്രം നമുക്ക് മതി. പിന്നെ ഈ 20 ഇങ്ങനെ കിട്ടിയാൽ 30-50 അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് പ്ലേസ് സേവ് ചെയ്യണ്ടേ? അപ്പൊ ഈ സ്റ്റോണിന്റെ ഇതൊക്കെ ഇവിടെ വെക്കുക. കുറെ ഇതൊക്കെ ആയി. ഇതെന്താ പോകത്തെ? അടയോ? ഇവിടെ ചെന്നിട്ട് പിക്കാക്സ് എൻ്റെ മുറ്റത്തേക്ക് ഞാൻ പോകട്ടെ. കൂടെ കുറച്ച് പശുവുകളെയും കൊല്ലേണ്ടതുണ്ട്. എൻ്റെ സാപ്ലിങ്സൊക്കെ ഒന്ന് വളരും. അപ്പോൾ അത് എന്നൊക്കെയായിരിക്കും അവകാശം. പക്ഷെ പന്നി കണ്ടിട്ട് മതിയാണ്. പക്ഷെ എനിക്ക് അതിനെ വേണ്ട. സുഖല്ലേ ബ്രോ? ഒരടിക്ക് ഓടിപ്പോക്കി. ചക്ക. ലെതർ കിട്ടിയില്ല. എനിക്ക് ലെതർ കിട്ടാത്ത. സോറിയില്ല. നമ്മൾ ഇങ്ങനെ പോകും. ഇവിടെ പോകുമ്പോൾ ഞാൻ ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. ഇത് കൂട്ട് നമുക്ക് ഇവിടെ പോയി മൈൻഡ് ചെയ്യാം. ഇവിടെ ഇതുപോലത്തെ കുഴികളിലാണ് കോളുകൾ സന്ദർശനം. ഇനി ഇവിടെ പോയി ഇതിങ്ങനെ പൊട്ടിക്കണം. നമുക്ക് കുറെ കോപ്പിൾ സ്റ്റോണും കിട്ടുന്നതായിരിക്കും. വളരെ സന്തോഷകരമായി എനിക്ക് അങ്ങനെ കോപ്പിൾ സ്റ്റോണും കിട്ടും. ഇങ്ങോട്ടേക്ക് ചാടിക്കോ. ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മളതിന് പുറത്തോട്ടൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ കുറെ ദൂരോട്ടൊക്കെ വന്നു. എന്ത് പറഞ്ഞാലും നമ്മൾ കുറെ പൂരാക്കൂരി ഇട്ടിക്കോട് നമ്മൾ സന്ദർശിക്കുന്നു. ഒന്നും കാണാൻ വരാം. ഇവിടുന്ന് താഴത്തേക്ക് അത് ഈ എനിക്ക് പോകണം. എൻ്റെ വീട് നഷ്ടപ്പെട്ടാ അത് മതി. എൻ്റെ വീട് നഷ്ടപ്പെടുത്താൻ എനിക്ക് എത്ര പേർത്തും താഴത്തേക്ക് ചാടി. ഒരു തുള്ളിയിലേക്ക് വരുമ്പോഴല്ലോ. എനിക്ക് ഒരു ഡേർട്ടേ ഉള്ളൂ. ചാവോ? പൊളിക്കാം.
വിളിക്കുക അങ്ങോട്ട്. ഓ ഇനി നമ്മള് ചാടി ഇവിടെ ഇങ്ങനെ വെക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക. യെസ്, സ്പേസ് ഉണ്ടാക്കി. ഓ നമ്മള് നേരത്തെ കൂടെ വന്ന സ്ഥലത്ത് എത്തിയോ? നമ്മൾ ഇതിലെങ്ങനെ കയറി വന്ന? ഓ ഇത് നമ്മള് ചാടുവല്ല ചെയ്യുന്നത്. ഓ ഇനി ചാടണമെങ്കിൽ ഓ ഈ സാധനം ഈ മണ്ടാലത്ത് കാരണം എന്റെ പിക്കാക്സ് ലൈഫ് കുറച്ച്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഇവര് വഴി കളിക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ വഴി ഉണ്ടാക്കി വെക്കണേ. അല്ലാതെ വെറുതെ ചാടി സന്ദർശിച്ച് മരിക്കുന്നതിനെക്കാട്ടിലും പശുവിന്റെ അടുത്തൊന്നും ലെതർ കിട്ടിയില്ല. നമ്മുടെ വീട്, അയ്യോ എന്റെ വീട് ഇതൊക്കെ എങ്ങനെ കുഴിയിലെ ഏത് ഭാഗത്തു നിന്നാണ്? എന്റെ വീട് ഇവിടുന്നാണോ അവിടുന്നാണോ? എവിടാ എന്റെ വീട്? എന്റെ വീട് കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ഒരു വലിയ താമസം ഇരിക്കും എന്റെ വീട് കിട്ടാൻ. നമ്മൾ എവിടെയാണ് കോള് കണ്ട? അന്ന് അയ്യാണോ കോള് കിട്ടിയില്ല? എന്താ അയൺ കിട്ടിയില്ലേ? എന്താണിക്ക് അയണോറ് നീ കിട്ടിയില്ലേ? അതെന്നാ വെറുതെ അയണോറ് കിട്ടിയ? ഇതെന്നാ ഗ്രാവലാ? ഗ്രാവൽ അതൊക്കെ ഫ്ലിന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അയണോറ് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാറ്. ഗ്രാവൽ അങ്ങനെ കളയണ്ട, കാരണം ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. ഗ്രാവലൊക്കെ ഒരു 50 ഗ്രാം അല്ല, ഇത്ര ഗ്രാവൽ കിട്ടിയിട്ട് ഫ്ലിന്റ് കിട്ടിയില്ല, കുഴപ്പമില്ല. നമ്മൾ വീട്ടിന്റെ പുറത്ത് ഒന്നുകൂടി ഗ്രാവൽ വെച്ച് ഒന്നുകൂടി പൊട്ടിക്കും. ഒന്നൊരു സ്റ്റെപ്പ് പോലെ ഇവിടെ കുറെ ഗ്രാവലുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് താഴത്തേക്ക് ചാടണം. താഴത്താടി വീട് ഗ്രാവൽ വെച്ച് ചാടി. എന്റെ വീട് കാണുന്നില്ല. ഇന്നത്തെ കാര്യം ഉഷാൽ. ഓ ഓടുന്നു. ഒക്കെ ആയിരുന്നു സംഭവിക്കണേ. അതേം ചാവൂടാ. നീ എന്തായാലും കാണിക്കാം. എനിക്ക് എന്റെ വീട് സാൻഡ് ഫെർണേസിട്ട് ചൂടാക്കിയ ഗ്ലാസ് പൊളിച്ച് സാൻഡല്ലേ ഇത്? പൊളിച്ച് സാൻഡ് എത്ര ഗ്ലാസ്? എത്രയാ സാൻഡ് ഉള്ള? എനിക്ക് എത്ര കുറെ ഇത് പൊട്ടിച്ചേക്കാം. ഇത്രയൊക്കെ പൊട്ടിച്ചേക്കാലോ സാൻഡ്. ഇത്രയൊക്കെ മതിയായിരിക്കും നമുക്ക് സാൻഡ്. നമുക്ക് വിൻഡോ ഉണ്ടാക്കാം. പിന്നെ ഇത്രയൊക്കെ മതി ആവശ്യത്തിന്. പക്ഷെ എൻ്റെ ഒരു വിഷമം ഷീപ്പ് എന്ന് പറഞ്ഞാ മോനെ ആ മോനെ 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 ആശം പിടിക്കാറുള്ള ഒരു ഷീപ്പിൽ നിന്ന് എഗ് പോട്ടാ ഷീപ്പ് കൂട്ടാ പോലെ. ഷീപ്പിനെ അങ്ങനെ ഒരു കോടിക്കണക്കിന് ഷീപ്പിനെ നമുക്ക് കിട്ടി. എന്താ എന്താ എന്നാ ഞാൻ അടുത്തോളാട്ടോ. നിങ്ങളൊക്കെ ഇവിടെ നിന്നോ. നിങ്ങളെങ്ങനെ ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം. പക്ഷേ ആ ഒരു നാളൊന്ന് പോയി കിട്ടുമെന്ന് എനിക്ക് എൻ്റെ വീട് ആദ്യം കണ്ടുപിടിക്കണം. പറ്റില്ല, എൻ്റെ വീടില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. നീ ഒറ്റയ്ക്കല്ല, ഞാനും ഒറ്റയ്ക്കാണ്. ഇവിടെ അവിടെ അല്ലേലും ഒറ്റയ്ക്ക് അപ്പോൾ ഈ ഭ്രാന്തൻ അടുത്ത് കയറി വന്നു. ഇവിടെ നമുക്ക് പൊട്ടിച്ച് എന്തായാലും കാണിക്കാം. സ്റ്റോറേജിൽ കളക്ട് ചെയ്യാം. കയ്യിലൊരു ഇതില്ലേ, അത് നമ്മുടെ പിക്കാക്സിന് പൊട്ടാറായിരിക്കുക. ഓക്കെ, ഞാൻ നാലാമത്തെ ഇതെടുക്കുക.
അതും കിട്ടിയില്ല. എന്തൊക്കെയാണോ നടക്കണത് ഇവിടെ. മൈൻക്രാഫ്റ്റ് തന്നെയാണ്. എൻ്റെ വീട് പോയേ. അല്ല, ഈ സാൻഡിന്റെ വഴിയിലല്ല എൻ്റെ വീട്. എൻ്റെ വീട് ഒരിക്കലും ഇവിടെ ഐസും കട്ടയോ സാൻഡോ. ഓ, സാൻഡ് എന്ന് പറയുമ്പോൾ മരുഭൂമിയില്ല, പക്ഷെ സാൻഡ്. അപ്പോൾ 7 സാൻഡായി. ആവശ്യത്തിനുള്ള എല്ലാം കിട്ടപ്പോഴേക്ക് വീട് പോകും. പിന്നെ കയ്യിൽ സ്റ്റോൺ ഉണ്ട്, ഫർണേസ് ഉണ്ടാക്കണം. അങ്ങനെ പ്ലീസ് എൻ്റെ അടുത്തോട്ടൊക്കെ തന്നെ പറഞ്ഞ ലെതർ. 2 ലെതർ കിട്ടി. അപ്പോൾ നമുക്ക് തലയിലത്തെ ഇടാല്ലേ. തലയിൽ ഇവിടെ ഒന്നും അല്ല എൻ്റെ വീട്. ഇവിടെ എവിടെയാ? പക്ഷെ മാർക്ക് ഇട്ട് വരണമായിരുന്നു. ഡേർട്ട് വേണമായിരുന്നു. മഞ്ഞാലത്ത് ഡേർട്ട് ഉണ്ടാവില്ലല്ലോ. അതുപോലെ സൈഡിൽ അല്ല, മലയല്ലേ. മലേൻ്റെ അപ്പുറത്ത് സാധനമുണ്ട്. എന്റെ വീട് കാണാതില്ല. ഇത് കുത്തി കൊണ്ടുണ്ടടാ. ഓക്കെ, ഇവിടെ എന്താ ചരിച്ച വെള്ളം. ഓ, മോളിൽ താഴത്തേക്ക് വിടാ. അത് മതി. ഇവിടെ ഇങ്ങനെ ആഴം കിട്ടാം. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, രാത്രി. ഓ, രാത്രി എൻ്റെ വീടെന്ത് ചെയ്യുന്നു? വട്ടം കാണുന്നു. അതുകൊണ്ട് സാൻഡ് ഇവിടെയാണെങ്കിൽ നമ്മൾ അതിൽ കൂടെ ആവണം. നിന്നേലും കൊണ്ടിട്ട് ഞാൻ പൊക്കോളാം. എൻ്റെ സാധനം പൊട്ടി, വിക്കാറ്റ് പൊട്ടിയേ. എന്നെ അടിച്ച് കയ്യിലൊരു ആയുധവും ഇല്ലാതെ കഷ്ടപ്പെട്ട് കഴിയുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ എത്തിയത്. എൻ്റെ വീട് കിട്ടുന്നത് വരെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടി നടക്കും, ചാടി നടക്കും. കഷ്ടപ്പെട്ട ഉണ്ടാക്കുന്ന വീടല്ല. അത്രയും കഷ്ടപ്പെട്ട് കൈ വെച്ചേക്കുന്ന വീട് കളയാനായിരുന്നു. ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ വീട് കണ്ടെത്തിയിട്ടായിരിക്കും. ബെഡേലുണ്ടാവുമെങ്കിൽ അവിടെ തങ്ങിയിട്ട് പോകും. വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു വീട്. വീട്ടിലേ ബെഡില്ല. സാൻഡുള്ള വഴിയിലൊന്നും എൻ്റെ വീടില്ലേ. ഇവിടെ എവിടെയും വേണം. ഞാൻ മുകളിലോട്ടൊക്കെ ഒന്നും കയറിയില്ല. എൻ്റെ വീട് ഇവിടെ എവിടെയാ? ഇവിടെ ഒന്നും അല്ല എൻ്റെ വീട്. എൻ്റെ വീട് ഇവിടെ എവിടെയാ? ഫുൾ മഞ്ഞ്. എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ എത്രയായിരുന്നു? സാപ്ലിങ്സ് ഏറ്റവും കൂടുതൽ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ സാപ്ലിങ്സ് ഉണ്ടെങ്കിൽ അവിടെ തപ്പിപ്പോകാം. ചിലപ്പോൾ സാപ്ലിങ്സ് വളർന്നെങ്കിൽ ഈ ടൈം കൊണ്ട് എന്തിയെ വീണ്ടും സെയിം സ്ഥലത്ത്. ഇത് ഞാൻ ഫോണായ സ്ഥലമാണ്. ഈ ഗെയിം തുടങ്ങിയപ്പോൾ ഇതില് ഫോണായോ എവിടെ ഐസും പൊട്ടയോ? ഇത് പൊട്ടിച്ചാൽ നമുക്ക് ഐസ് കിട്ടുമോ? കിട്ടുവാണെങ്കിൽ അത് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇവിടെ എവിടെയും ആണ് എൻ്റെ വീട്. രാത്രിയായി, മനുഷ്യനൊന്നും കാണാനും മേല. പന്നികൾ, അവിടെ പന്നികളെ നിങ്ങൾക്കറിയോടെ എൻ്റെ വീട്? അല്ല, ഇവിടെ എവിടെ? എൻ്റെ വീട് ഇവിടെ എവിടെയോ? അതെ, സാപ്ലിങ്സ് വളർന്നിരിക്കുന്നു. വീട് കിട്ടിയാൽ മതിയായിരുന്നു. തമ്പുരാനെ, എന്നോട് നിങ്ങൾ കരുണ കാണിക്കണമേ. ഓക്കെ, ഈ സൈഡിൽ എങ്ങാണ്ടല്ലേ?
ഇത് താഴെ കൂടെ കളർന്ന് മരമൊക്കെ വരുന്ന ആ സാപ്ലിങ്സ് ആയിരിക്കും. ഞാൻ സാപ്ലിങ്സ് നട്ടു വെച്ചായിരുന്നു. എന്തോ ഒരു നരകം. എൻ്റെ വീടും ഇല്ല, ഒരു കുന്തവും ഇല്ലാതെ നടക്കുകയാണ് ഞാൻ തെണ്ടിത്തെരിഞ്ഞ്. പക്ഷെ ഇവിടെ ചെന്നൊക്കെ കളി. ഓ, ഇതല്ല, ഇവിടെ അല്ല എൻ്റെ വീട്. ഓയ്, പണ്ടാര വളർന്നട്ടെ, ശീലയും പണ്ടാര വളർന്നട്ടെ. ഓക്കെ, ആ ഇനി പണ്ടാര വളർന്നണ്ട. എൻ്റെ വീട് എന്ത് ചെയ്യാ? എൻ്റെ വീട് കിട്ടാതെ ഞാൻ ഒരിക്കലും പോകുന്ന ലക്ഷണവും ഇല്ല. എൻ്റെ വീട് ഇതെന്താ മരമൊക്കെ കൂടി വളർന്നേക്കണം? ഇതുകൊണ്ടോ കൂടിയൊക്കെ? ഇതുപോലെയുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്ത് മാത്രമാണ്. ഗുഹകളെ ഒന്നും മൈൻ ചെയ്യാൻ പറ്റുമോ? മൈൻ ചെയ്യാൻ കയ്യിൽ പിക്കാക്സും ഇല്ല. ഗുഹയിൽ ഇതെന്താ കോളല്ലേ? ഓക്കെ, ഇവിടെ ഒരു മാർക്ക് ഇട്ട് വെക്കാം. മാർക്കിനാകെ ഒരു സാധനമേ ഉള്ളൂ. ഇനി ഇത് അത്ര ഇവിടെ കിടക്കട്ടെ. ആകെ കിട്ടിയതാ, എന്നാലും സാരില്ല. ഞാൻ ഏറ്റവും ഉയരത്തിൽ കയറി നോക്കാൻ പോവാ. ഓക്കെ, ഇവിടെ ഏറ്റവും ഉയരത്തേക്ക് കയറി നമ്മൾ ചാടി നോക്കും. എൻ്റെ വീട് നിങ്ങൾക്കുണ്ടോ? വീട് സൈഡിൽ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടെ ഇല്ല. ഈ മഞ്ഞിന്റെ കൊടുമഞ്ഞിന്റെ അവിടെയോ? ആ പിക്കാക്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് പൊളിച്ചോണ്ട് വരായിരുന്നു. കണ്ടോ? നീ ഇതൊക്കെ കണ്ടിരിക്കുവാണോ? അടി കിട്ടുന്നത് കടാ അവിടെ. അവനെ അടിച്ചു കൊണ്ടിട്ട് ഞാൻ കിട്ടില്ലേ? ഓക്കെ, ഇവിടെയൊക്കെ ചെന്ന് കളിക്കാൻ നടക്കും. ഗൈസ്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാണ്. ഞാനാണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്. ബൈ.